ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുക. പിന്നീട് പലരും കുറച്ചുകാലം നല്ലപോലെ ജീവിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ബന്ധം ഡൈവോഴ്സിലോ അതോ കൊലപാതകത്തിലോ എത്തിനിൽക്കുകയാണ് പതിവ്. എന്നാൽ നല്ലപോലെ ജീവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. കൊലപാതകം സർവ്വസാധാരണയാണ്. പക്ഷേ കൊലപാതകത്തിന് ശേഷം ശവം കഷ്ണങ്ങളാക്കി മറവ് ചെയ്യുന്ന പതിവ് നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഹോങ്കോങ്ങിൽ നിന്നുള്ളതാണ്. ഈ കഥ തിരഞ്ഞെടുക്കാൻ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. കൊലപാതകത്തിന് ശേഷം ശവശരീരം മറവ് ചെയ്യാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും ഡെഡ് ബോഡി കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയ കഥയായിരുന്നു ഹോങ്കോങ്ങിൽ സംഭവിച്ചത്. അബിജോയ് എന്ന മോഡലിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1994 ജൂലൈ 11 ഹോങ്കോങ്ങിലായിരുന്നു അബിജോയുടെ ജനനം. ഹോങ്കോങ്ങിലെ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനി ഓണറായിരുന്നു അബിജോയുടെ പിതാവ്. പഠനത്തിൽ മിടുക്കിയായിരുന്നെങ്കിലും ഒരു നല്ല മോഡലാകുവാനായിരുന്നു അബിജോയുടെ ആഗ്രഹം. ഫാഷൻ ഡിസൈനിങ്ങിന്റെ പുറകെ പോയ അബിജോയി ആ ഒരു മേഖലയിൽ നല്ലവണ്ണം തിളങ്ങുവാൻ തുടങ്ങി. പല പ്രമുഖ ബ്രാൻഡുകളെയും അബിജോയി പ്രതിനിധീകരിക്കാൻ തുടങ്ങി. പോരാത്തതിന് അവൾ ഹോങ്കോങ്ങിലെ പല പ്രസിദ്ധീകരണങ്ങളിലും കവർ ഗേൾ കൂടിയായിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അവൾക്ക് വെറും 18 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒരു വിവാഹ പാർട്ടിയിൽ വെച്ച് അബിജോയി അലക്സ് മാവോങ് എന്ന യുവാവുമായി പ്രണയത്തിലായി. അലക്സ് അബിജോയിയെ പോലെ അത്രത്തോളം സാമ്പത്തികമായി ഉന്നതിയിലായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവരുടെ വിവാഹം ആർഭാടമായി തന്നെ നടന്നു. രണ്ടുപേരുടെയും ജീവിതം വളരെ സന്തോഷപൂർണമായിരുന്നു. കുറച്ചു കാലത്തിനു ശേഷം അലക്സും അബിജോയും 2 കുട്ടികളുടെ മാതാപിതാക്കളായി. കുട്ടികളൊക്കെയാൽ സ്വാഭാവികമായും സ്ത്രീകൾ മോഡലിംഗ്, അഭിനയം എന്നിവയിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാറാണ് പതിവ്. പക്ഷേ അബിജോയ് കുട്ടികളുടെ ജനനത്തിനു ശേഷം മോഡലിംഗ് രംഗത്ത് കൂടുതൽ സജീവമാകുകയായിരുന്നു. ഇത് സ്വാഭാവികമായും അവളുടെ കുടുംബജീവിതത്തെയും ബാധിച്ചു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷത്തിനു ശേഷം അവരുടെ ഡൈവോഴ്സും കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ ഹോങ്കോങ്ങിലെ ചെയിൻ റെസ്റ്റോറന്റ് മുതലാളിയുടെ മകനായ ക്രിസ്റ്റോമുമായി അബിജോയ് പ്രണയത്തിലായി. ഇവരുടെ വിവാഹം നടന്നു. അങ്ങനെ 2016 അബിജോയും ക്രിസ്റ്റോമും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തിലും അബിജോയ് 2 കുട്ടികൾക്ക് ജനനം കൊടുത്തു. ആദ്യ വിവാഹം ഡൈവോഴ്സ് ചെയ്തിരുന്നെങ്കിലും കുട്ടികളെയും ഭർത്താവിനെയും അബിജോയ് സാമ്പത്തികമായി സഹായിച്ചിരുന്നു. കൂടാതെ അവർക്ക് താമസിക്കാനായി ഹോങ്കോങ് സിറ്റിയിൽ തന്നെയുള്ള 4 ബെഡ്റൂമിനോട് കൂടിയ ഒരു ലക്ഷറി ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള ഫ്ലാറ്റുകൾക്ക് ഹോങ്കോങ്ങിൽ വലിയ നികുതി ഈടാക്കുമെന്നതിനാൽ ഫ്ലാറ്റ് അബിജോയ് അവളുടെ ആദ്യ ഭർത്താവിന്റെ അച്ഛന്റെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. കൂടാതെ അബിജോയുടെ ആദ്യ ഭർത്താവിന്റെ സഹോദരനായ ആന്റണി വോങ്ങിന് ജോലിയില്ലാത്തതിനാൽ അയാളെ തന്റെ പ്രൈവറ്റ് ഡ്രൈവറായി അബിജോയ് നിയമിച്ചിരുന്നു. അതായത് വേറെ വിവാഹം കഴിച്ചിട്ടും തന്റെ ആദ്യ ഭർത്താവിനും കുട്ടികൾക്കും എന്തിന് ഭർത്താവിന്റെ കുടുംബത്തിന് വരെ അബിജോയ് ചെലവിന് കൊടുക്കാറുണ്ടായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും തന്റെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും അബിജോയ് തന്നെയായിരുന്നു. 2023 ഫെബ്രുവരി 21 അബിജോയ് വിളിക്കാൻ വരുന്നതും കാത്ത് മക്കൾ സ്കൂളിൽ തന്നെ കാത്തിരുന്നെങ്കിലും അവൾ എത്തിയില്ല. അബിജോയ് ഒരു സെലിബ്രിറ്റി ആയതിനാൽ പോലീസ് അന്വേഷണം ദ്രുതഗതിയിൽ ആരംഭിച്ചു. അബിജോയുടെ ആദ്യ ഭർത്താവിനെയും ചോദ്യം ചെയ്തെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. പിന്നീട് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അബിജോയ് ഒരു വൈറ്റ് ഡ്രസ്സും പർപ്പിൾ കളർ ബാഗും പിടിച്ചു നിൽക്കുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചു. പോലീസ് അവരിതുവരെ നടത്തിയ മീറ്റിംഗുകളെല്ലാം ഒന്നുകൂടി വിലയിരുത്തി. അതിൽ അബിജോയുടെ ആദ്യ ഭർത്താവിന്റെ വീട്ടുകാരുടെ മൊഴികളിൽ ഒരുപാട് വൈരുദ്ധ്യം ഉള്ളതായി കണ്ടെത്തി. അതുകൊണ്ട് പോലീസ് ഒന്നുകൂടി അവരെ ചോദ്യം ചെയ്തു. അപ്പോൾ പഴയ മൊഴിയുമായി യാതൊരു ബന്ധവും പുതിയ മൊഴികൾക്ക് ഇല്ലായിരുന്നു. അതുകൂടിയായപ്പോൾ അവരെപ്പറ്റി അടുത്ത ഫ്ലാറ്റിൽ ഉള്ളവരോട് പോലീസ് അന്വേഷണം നടത്തി. അപ്പോൾ അലക്സ് അവരുടെ കുടുംബാംഗങ്ങളും സ്ഥിരമായി അടുത്തുള്ള ഗ്രാമത്തിലെ വേറൊരു ഫ്ലാറ്റിലേക്ക് പോകുന്നതായി കണ്ടിട്ടുണ്ടെന്ന് അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്നവർ പറഞ്ഞു. ഇതുകൂടിയായപ്പോൾ ആ ഫ്ലാറ്റിൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അലക്സിനെയും കൊണ്ടാണ് പോലീസ് ആ ഫ്ലാറ്റിലേക്ക് പോയത്. അവിടെ എത്തിയ പോലീസിന് ഒരു അറവുശാലയിലെത്തിയ അതേ അനുഭവം തന്നെയായിരുന്നു. ചോര പുരണ്ട വലിയ 2 വെട്ടുകത്തികളും ചോപ്പിംഗ് ബോർഡും പിന്നെ ഒരുപാട് ചെറിയ കത്തികളും ഒരു മീറ്റ് ഗ്രൈൻഡറും കൂടാതെ അടുപ്പിന് മുകളിൽ വലിയ പാത്രത്തിൽ തിളപ്പിച്ചു വെച്ച സൂപ്പ് കൂടി ഉണ്ടായിരുന്നു. ഇത് കണ്ട പോലീസ് ആ വീട്ടിൽ വിശദമായ പരിശോധന നടത്തി. അവിടെ നിന്നും അന്ന് അബിജോയ് മിസ്സാകുന്ന ദിവസം CCTVയിൽ കണ്ട അതേ ബാഗും അവർ കണ്ടെത്തി. അതോടെ പോലീസിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കൂടാതെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അബിജോയുടെ തലയടക്കമുള്ള പല ശരീരഭാഗങ്ങളും പോലീസിന് ലഭിച്ചു. ഇതൊക്കെ ലഭിച്ചെങ്കിലും പോലീസിന് അപ്പോഴും ഈ കൊലപാതകം ഇവർ ചെയ്തെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം
പുതിയ ഒരു വിവാഹം കഴിച്ചിട്ടും ആദ്യ ഭർത്താവിനെയും മക്കളെയും സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ച അബിജോയെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ക്രൂരമായി കൊന്നത് എന്ന ചോദ്യമായിരുന്നു അവരുടെ മനസ്സിൽ. അതിനുള്ള ഉത്തരം അധികം താമസിയാതെ അലക്സ് തന്നെ നൽകി. അബിജോയ് അലക്സിന്റെ കുടുംബത്തിന് താമസിക്കാൻ ഒരു ലക്ഷറി ഫ്ലാറ്റായിരുന്നു നൽകിയിരുന്നത്. പിന്നീട് സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ അബിജോയ് ആ ഫ്ലാറ്റ് വിറ്റിട്ട് വേറെ ഒരു ചെറിയ ഫ്ലാറ്റ് അലക്സിന്റെ കുടുംബത്തിന് നൽകാൻ തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനത്തിനോട് അലക്സും അവന്റെ കുടുംബവും യോജിച്ചിരുന്നില്ല. നികുതി വെട്ടിക്കാൻ ആ ഫ്ലാറ്റ് അലക്സിന്റെ അച്ഛന്റെ പേരിൽ എഴുതിയിരുന്നതെങ്കിലും ഹോങ്കോങ്ങിലുള്ള പ്രത്യേക നിയമപ്രകാരം പ്രോപ്പർട്ടി വാങ്ങുവാനുള്ള പണം കൊടുത്തത് ആരാണെന്നുള്ള തെളിവുണ്ടെങ്കിൽ പ്രോപ്പർട്ടി ആരുടെ പേരിൽ വാങ്ങിയാലും അത് പണം കൊടുത്ത ആൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അബിജോയുടെ തീരുമാനത്തെ എതിർക്കാൻ അലക്സിനോ അവന്റെ കുടുംബത്തിനോ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അബിജോയെ വകവരുത്താൻ അലക്സും അവന്റെ കുടുംബവും തീരുമാനിക്കുന്നത്. അവരുടെ പ്ലാൻ പ്രകാരം അബിജോയ് ഷോപ്പിംഗ് കഴിഞ്ഞു വരുമ്പോൾ കാർ ഡ്രൈവറായ അലക്സിന്റെ സഹോദരൻ അബിജോയെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നും കാറിൽ കയറിയ അലക്സും അവന്റെ കൂട്ടുകാരും ചേർന്ന് അബിജോയെ കൊലപ്പെടുത്തി. അതിനുശേഷം മൃതദേഹം മറവ് ചെയ്യുക എന്നത് എളുപ്പമല്ലാത്തത് കാരണമാണ് അവർ ആ മൃതദേഹം ആളൊഴിഞ്ഞ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചാണ് അവർ ആ ഡെഡ് ബോഡി കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെത്തിയത്. കാരണം സൂപ്പ് ഉണ്ടാക്കിയാൽ അത് വേസ്റ്റിൽ കളയാൻ എളുപ്പമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്തായാലും കുറ്റം തെളിഞ്ഞതിനാൽ അലക്സിനും അവന്റെ കുടുംബത്തിലെ 6 പേർക്കും കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അബിജോയുടെ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാവരെയും സ്നേഹിക്കണം, പക്ഷേ ഓരോരുത്തർക്കും അവർ അർഹിക്കുന്നത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അത്യാഗ്രഹം മനുഷ്യനെ സ്നേഹബന്ധത്തിനും അതീതമായി ചിന്തിക്കാൻ കാരണമായി തീരും. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. പിന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.